നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ജോ ഫെലിക്സ് ഇപ്പോൾ ഒരു സുരേഷ് കൃഷ്ണ മൂവ് നടത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ബെൻഫീക്കയായിട്ട് എല്ലാം ഡണ്ണാക്കി, പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് ആളാണെങ്കിൽ ബെൻഫീക്കയോട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ബെൻഫീക്ക ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ജോ ഫെലിക്സിന് അനൗൺസ്മെന്റ് വരെ റെഡിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫൈനലി ചെൽസി ആയിട്ട് ഒരു പ്രൈസിലോട്ട് അഗ്രിമെന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 30 മില്യന്റെ കാര്യത്തിൽ. സോ സാലറിയുടെ കാര്യത്തിൽ 4.5 മില്യന് വേണ്ടി കൊടുക്കാൻ റെഡിയല്ല. പക്ഷെ അത് ഓൾമോസ്റ്റ് അവസാനം സോർട്ട് ഔട്ട് ചെയ്തു. സോ ബെൻഫീക്ക മൂവ് എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഒന്ന് ഇപ്പോഴത്തെ താരം അൽ നാസറിന് കൈ കൊടുത്തിരിക്കുകയാണ്. സോ ബെൻഫീക്കയുടെ കയ്യിൽ നിന്നും അൽ നാസർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. സോ ജോ ഫെലിക്സ് അൽ നാസറുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ചെൽസിയും അൽ നാസറിന്റെ ഇടയിലും പ്രൈസിന്റെ കാര്യത്തിൽ അഗ്രിമെന്റിൽ എത്തി. ആളാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഇന്ന് ഫ്ലൈ ചെയ്ത് സൗദിയിൽ എത്തുമെന്നും ഡീൽ ഡണ്ണാക്കുമെന്നാണ് കേൾക്കുന്നത്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസൻസും കൂടാതെ ജോർജ് ജീസസ് ആണ് അവിടുത്തെ കോച്ച്. സോ പുള്ളിയായിട്ടുള്ള കോൺവെർസേഷന് ശേഷം ആ ഒരു ഡിസിഷൻ മാറ്റുമായിരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. സോ ജോ ഫെലിക്സ് ടു അൽ നാസർ ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ മൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. മേ ബി ചെൽസിക്ക് ബെൻഫീക്ക ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസയും കിട്ടുമായിരിക്കും. സോ ഗ്രേറ്റ് മൂവ് ഫോർ ചെൽസി ആസ് വെൽ. സോ ചെൽസിക്ക് ഈ ഒരു ഡീൽ റൺ ആയതിനു ശേഷം ചാവി സിമൻസ് ഡീലിലോട്ട് എൻ്റർ ആവാൻ സാധിക്കുമായിരിക്കും സീരിയസ്ലി. കാരണം ഓൾമോസ്റ്റ് പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണ്. 70 മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജ് ആണ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ചാവി സിമൻസിന് വേണ്ടി. സോ ചെൽസി അത് അഗ്രി ചെയ്തിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു പ്രൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ജോ ഫെലിക്സ് സെയിലിന് ശേഷം ആ കാര്യം ഫൈനലൈസ് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ ചെൽസി ഇൽഡിസിന് വേണ്ടി ഒരു നീക്കം നടത്തി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഫാബ്രീസിയോ വന്നിട്ട് ചെൽസി ആ ക്ലബ്ബെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷെ 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇൽഡിസിന് വേണ്ടി നീക്കം നടത്തി. അതിലൊന്ന് ചെൽസി ആണെന്നാണ് ഇറ്റലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. സോ പക്ഷെ അത് യുവന്റസ് റിജക്ട് ചെയ്തു. ഇൽഡിസ് സെയിലിനില്ല എന്നാണ് യുവന്റസ് പറയുന്നത്. സോ ഈ ചാവി സിമൻസ് ഡീലും ജോറൽ ഹാറ്റോ ഡീൽ, ചാവി സിമൻസ് ഡീൽ റണ്ണാക്കിയതിനു ശേഷം ഹാറ്റോ ഡീലിലോട്ട് സീരീസിൽ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ 2 ഡീൽ റണ്ണാക്കിയതിനു ശേഷം മേ ബി 1 മോർ അറ്റാക്കറിനെ ചെൽസി നോക്കുന്നുണ്ടോ, ഡോണ്ട് നോ. ഇൽഡിസിന് വേണ്ടി എന്തിനു നീങ്ങി എന്നുള്ള ക്വസ്റ്റ്യൻ അറിയത്തില്ല. പക്ഷെ അത് ഫാബ്രീസിയോ കൺഫേം ആക്കിയിട്ടില്ല ചെൽസിന്ന്. പക്ഷെ റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയാണ്, ചെൽസി ആണ്. ഫാബ്രീസിയോ ഡെവറോൺസിനോ അല്ലെ പ്ലറ്റൻബർഗോ ഒന്നും അത് പർട്ടിക്കുലർലി കൺഫേം ആക്കിയിട്ടില്ല. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ജിജി ഡോണറൂമ മിക്കവാറും ഏതെങ്കിലും ഒരു മാഞ്ചസ്റ്റർ ക്ലബ്ബുകളിലോട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യാണ്. മറ്റൊന്നുമല്ല, ലേക്കിപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൂക്കാസ് ഷെവലിയറുമായിട്ട് PSG പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിരിക്കുകയാണ്. 40 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലില്ലും അതുപോലെ തന്നെ PSG ഇടയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പ്രൈസിന്റെ കാര്യത്തിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. പക്ഷെ പ്ലെയറും എല്ലാം റെഡിയായി നിൽക്കുകയാണ്. സോ മിക്കവാറും ലൂക്കാസ് ഷെവലിയർ ടു PSG ഉണ്ടാവും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജിജി ഡോണറൂമയ്ക്ക് വേണ്ടി വീണ്ടും ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ വിട്ടു. നെക്സ്റ്റ് ഇയർ ആൾ ഫ്രീ ഏജന്റ് ആണ്. ഡോണറൂമ അത് റിജക്ട് ചെയ്തു. ആള് ഹൈ സാലറി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് PSG കൊടുക്കാൻ റെഡിയല്ല. സോ ഇപ്പം ഡോണറൂമേനെ മിക്കവാറും ലൂക്കാസ് ഷെവലിയർ ഡീൽ ഡൺ ആയാൽ PSG മാർക്കറ്റിൽ വെക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ 2 മാഞ്ചസ്റ്റർ ക്ലബ്ബുകളും ഡോണറൂമയുടെ സിറ്റുവേഷനിൽ അവെയർ ആണെന്നും പ്ലെയറിന്റെ ഏജന്റുമായിട്ട് ടോക്സ് നടത്തി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ട്രാഫോർഡ് ഡീൽ ഡൺ ആക്കിയിട്ടുണ്ട്. അവരുടെ ബൈബാക്ക് ഓപ്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് സംഭവം ഡൺ ആക്കിയിട്ടുണ്ട്. അവരൊരു പ്രോപ്പർ ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ ഗാലറ്റസറയിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ മേ ബി ഡോണറൂം പോലത്തെ ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പർ വന്നേക്കാം. അപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെമൻസ് ആൻഡ്വർപ്പിന്റെ കീപ്പറുമായിട്ട് ടോക്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൺഫേം ആക്കിയിരുന്നു, വില്ലയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി ഒരു ലോൺ പ്രപ്പോസൽ വിട്ടിരുന്നു. അത് വില്ല റിജക്ട് ചെയ്തു. 40 മില്യൺ പൗണ്ട്സിന്റെ സെയിൽ കുറച്ച് ഒന്നും എമിലിയാനോ മാർട്ടിനസുമായിട്ട് തങ്ങൾ റെഡിയല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ സ്ക്രീനിയറും ഫെനർബാച്ചയ്ക്കും ഇടയിൽ 2029 വരെ ഒരു കോൺട്രാക്ട് ഡീല് ഡൺ ആക്കിയിട്ടുണ്ട്. പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ആക്കിയിരിക്കുകയാണ്. പക്ഷേ PSG-യും ഫെനർബാച്ചയിലും ഇടയിൽ നമുക്കറിയാം ലോണിന് വന്ന് ഫെനർബാച്ച കളിച്ചുകൊണ്ടിരിക്കുകയാണ് PSG-യിൽ നിന്ന്. പക്ഷെ ഒരു പെർമനന്റ് സെയിലിന് വേണ്ടിയുള്ള ഒരു പ്രൈസ് ടാഗിലോട്ട് അവർക്കിടയിൽ എത്തിയിട്ടില്ല. ടോട്ടനാം ഫാൻസിന് ഒരു മോശം വാർത്തയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മോർഗൻ ഗിബ്സ് വൈറ്റ് ടു ടോട്ടനാം ഈസ് ഓഫ്. ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ആക്കിയിരിക്കുകയാണ്. ആസ് പെർ ഡേവിഡ് ഓൺസ്റ്റീൻ ആളാണെങ്കിൽ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിരിക്കുകയാണ് 2028 വരെ. റിന്യൂവൽ അല്ല, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുകയാണ് 2028 വരെ. ആൻഡ് മോർഗൻ ഗിബ്സ് വൈറ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ തുടരും. ഒരു റിലീസ് ക്ലോസ് എക്സിക്യൂഷൻ മറ്റൊന്നും നടക്കത്തില്ല. ആൻഡ് ഡീൽ ഈസ് ഓഫ്. സോ ടോട്ടനാം മെറ്റ് ഓപ്ഷൻസിലോട്ട് ഇപ്പം എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആഡം അസനോവിനെ എവർട്ടൺ സൈൻ ചെയ്തിട്ടുണ്ട് ഫ്രം ബയൺ മ്യൂണിക്, മൊറോക്കൻ ലെഫ്റ്റ് ബാക്ക്. സോ 9 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 3 മില്യൺ യൂറോസ് ആഡ് ഓൺസിനാണ് ഈ ഡീൽ ഡൺ ആക്കിയിരിക്കുന്നത്.
അതുപോലെ തന്നെ എവർട്ടൺ മാലിക് ഫൊഫാന ഡീലിൽ സീരിയസ്ലി നീങ്ങുന്നതായിട്ട് ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിരിക്കുകയാണ്. സോ മാലിക് ഫൊഫാനയ്ക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ബിഡ് വിട്ടു എന്ന് പറഞ്ഞു. അത് എക്സാക്ട്ലി എത്രയാണെന്ന് ഫാബ്രിസിയോ പറഞ്ഞിട്ടില്ല. ലേക്ക് ഇപ്പോൾ പറയുന്നത് 31 മില്യൺ പൗണ്ട്സിന്റെ ഒരു ബിഡാണ് വിട്ടതെന്നും ലയോണിന് 35 മില്യൺ പൗണ്ട്സ് ആണ് വേണ്ടതെന്നുമാണ് ലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ആൻഡ് മാലിക് ഫൊഫാനയും എവർട്ടൺ മൂവിന് കീനാണെന്ന് നിൽക്കുന്നത്. സോ ലിവർപൂളുമായിട്ട് സ്ട്രോങ് ലിങ്ക്സ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു മാലിക് ഫൊഫാന. പക്ഷെ ഇപ്പോൾ ലിവർപൂളിന്റെ ഫുൾ ഫോക്കസ് അലക്സാണ്ടർ ഇസാക്കിലാണ്. സോ ആ ഡീലിന്റെ പിന്നാലെ പോവാണ്. സോ കിയേസയുടെ സെയിൽ നടന്നാൽ മാലിക് ഫൊഫാനയിലോട്ട് ലിവർപൂൾ എൻ്റർ ആവും എന്ന് പറഞ്ഞ സ്ട്രോങ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ആസ് ഓഫ് നൗ കിയേസയുടെ സെയിലല്ല, അലക്സാണ്ടർ ഇസാക്കും ലൂയിസ് ഡിയാസ് സെയിലുമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നുള്ള വാർത്തകൾ കേൾക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിന് മേ ബി മാലിക് ഫൊഫാന എവർട്ടൺ മൂവ് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈയാണ്. ലാസ്റ്റ് മൂമെന്റ് ലിവർപൂൾ എൻ്റർ ആവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സോ ലിവർപൂളിന്റെ കാര്യത്തിലോട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ട്രയോളജിയിലോട്ട് വരാം. സോ അവിടെ ഒരു നോളൻ ട്രയോളജി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, RB ലൈപ്സിഗ് ആണെങ്കിൽ റൊമൂലോ എന്ന് പറയുന്ന ഗോസ്റ്റേപ്പ എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ ബ്രസീലിയൻ സ്ട്രൈക്കർ, ആൾക്ക് 25 മില്യൺ യൂറോസ് ആണ് ക്ലബ്ബ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്ലെയറുമായിട്ട് ടോക്സ് നടത്തി, ഓൾമോസ്റ്റ് പേഴ്സണൽ ടൈംസ് പ്ലെയറുമായിട്ട് അഗ്രി ആയി. പക്ഷെ പ്രൈസ് 25 മില്യൺ അഗ്രി ചെയ്ത് ഹിയറിഗോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം പ്ലറ്റൻബർഗിന്റെ ഒക്കെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെസ്കോയുടെ സെയിൽ നടന്നതിന് ശേഷമേ അവർക്ക് 25 മില്യൺ പേ ചെയ്ത് ആ ഡീൽ ഡൺ ആക്കത്തുള്ളതാണ്. സോ റൊമൂലോനെ അവർ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണ് സെസ്കോയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട്. ആൻഡ് ഫാബ്രിസിയോയുടെ ഇന്നത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു നല്ല പ്രൊപ്പോസൽ, വൺ ഓഫ് ദ ബിഗ് പ്രൊപ്പോസൽ സെസ്കോയ്ക്ക് വേണ്ടി മിക്കവാറും ഇന്നോ നാളെയോ ലൈപ്സിഗിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുന്നു. സോ RB ലൈപ്സിഗ് റൊമൂലോയായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണ്. പക്ഷെ സെസ്കോ സെയിലിന് ശേഷമേ ആ ഡീൽ ഡൺ ആക്കാൻ പറ്റത്തുള്ളൂ. സോ സെസ്കോയ്ക്ക് വേണ്ടി ഓൾറെഡി ഒരു ബിഗ് ബിഡ് വരുവാണ്. സോ ആ ബിഗ് ബിഡ് അവർ അക്സെപ്റ്റ് ചെയ്താൽ അലക്സാണ്ടർ ഇസാക്കിനെ മസ്റ്റ് ആയിട്ടും ലൈപ്സിഗിന് വിറ്റേ പറ്റും. സോ അലക്സാണ്ടർ ഇസാക്കിനെ അവർ പ്രിഫർ ചെയ്യുക അൽ ഹിലാലിലോട്ട് വിൽക്കാനായിരുന്നു. പക്ഷെ അൽ ഹിലാലുമായിട്ട് താരം ടോക്സ് നടത്താനായിട്ട് ഒട്ടും റെഡിയല്ല. ലിവർപൂൾ മതി എന്ന് പറഞ്ഞ വാശിയിലാണ് അലക്സാണ്ടർ ഇസാക്ക് നിൽക്കുന്നത്. സോ അലക്സാണ്ടർ ഇസാക്ക് ടു അൽ ഹിലാൽ ഈസ് ഓഫ്. ആ ഒരു സിറ്റുവേഷനിൽ ലിവർപൂൾ മാത്രമാണ് ഇപ്പം ഫ്രണ്ടിലുള്ള ഒരു ക്ലബ്ബ്. സോ സെസ്കോ ഡീല് ഡൺ ആക്കാൻ സാധിച്ചാൽ അവർ റൊമൂലോനെ സൈൻ ചെയ്യും. അലക്സാണ്ടർ ഇസാക്കിനെ വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓൺലി ഓപ്ഷൻ ഈസ് ലിവർപൂൾ, അല്ലാതെ വേറൊരു ക്ലബ്ബിലോട്ടും പോത്തുമില്ലെന്ന് പറഞ്ഞ് താരം നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇസാക്കിനെ പിടിച്ചു നിർത്തേണ്ടവർക്കും മറ്റ് ട്രാൻസ്ഫർ ഡീലുകളെല്ലാം കുളമാവുന്ന സിറ്റുവേഷനും വരും. സോ അവിടെ ഇങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുവാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ പോകുന്നത്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ തോമസ് ലെമാർ ജിറോണയിലോട്ട് മൂവ് നടത്തിയിരിക്കുകയാണ് ലോണിന് ഫ്രം അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ ആളുടെ 50% സാലറി ആയിരിക്കും ജിറോണ കവർ ചെയ്യുക. ബാക്കി 50% അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെ കവർ ചെയ്യുകയും. ആദ്യത്തെ അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഫ്ലമംഗോ ഗബ്രിയൽ ജീസസിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അവിടെ ഫ്ലമംഗോ ഈ സീസൺ ക്ലബ് വേൾഡ് കപ്പ് റിയലി ഹെൽപ്പ് ചെയ്തൊരു ക്ലബ്ബാണ്. അവർ എമർസൺ റോയൽ, ലിനോ കൂടാതെ മറ്റു പല ടാർഗറ്റ്സിനെ അവർ എത്തിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന് വന്ന വമ്പെന്നല്ല, അത്യാവശ്യം റേറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിനെ തന്നെ അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫ്ലമംഗോ ഗബ്രിയൽ ജീസസിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഗബ്രിയൽ ജീസസും ബ്രസീൽ മൂവിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആർസണലിന്റെ കാര്യത്തിലോട്ടാണ്. സോ ആർസണൽ ഇപ്പം സെയിൽസിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത്. സോ റെയ്സ് നെൽസനെ എങ്ങനെയും ഫുള്ളാമിനോട്ടുള്ള ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാനായിട്ടാണ് ആർസണൽ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുന്നു. അതിനുശേഷം അവർ SAക്ക് വേണ്ടി ഒരു ഒഫീഷ്യൽ ബിഡ് വിടുമെന്നാണ് കേൾക്കുന്നത്. 68 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസ് ആണ് SAക്കുള്ളത്. സോ അത് ഫുള്ളി 68 മില്യൺ ആയിരിക്കത്തില്ല. ഫസ്റ്റ് ഒന്ന് ബിഡ് ചെയ്യുക, അത് കുറഞ്ഞായിരിക്കും. സോ ലെറ്റ്സ് സീ. ക്രിസ്റ്റൽ പാലസിനോടും തന്റെ ടീംമേറ്റ്സിനോടും SA നീങ്ങാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഓൾറെഡി പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രീഡ് ആണെന്നാണ് കേൾക്കുന്നത് SA ആയിട്ട്. സോ ആർസണൽ SAനെ കൊണ്ടുവരും. സോ ഫുള്ളാമിനോട്ട് റീസ് നെൽസന്റെ സെയിലും അവർ നോക്കുന്നുണ്ട്. കൂടാതെ നമ്പർ 14 ഷർട്ടാണ് വിക്ടർ ഗ്യോക്കറസ് എടുത്തിരിക്കുന്നത്. സോ നമ്പർ 10 ഷർട്ട് ഇപ്പോഴും അവിടെ ഫ്രീ ആണ്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നിയോ മെസ്സി സൗദി ക്ലബ്ബാണ്. അവരാണെങ്കിൽ യോനെ വിസയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ. സോ ന്യൂകാസിലെ റഡാറിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു വിസ. പക്ഷെ അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സെസ്കോയിലാണ്. സോ വിസ ലേക്കിപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിസ സൗദിയിലോട്ട് നീങ്ങുമ്പോൾ നമുക്ക് നോക്കാം. സോ അടുത്ത ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എറ്റ് അനദർ ഗ്രേറ്റ് സ്മാർട്ട് ബൈ നടത്തുന്ന ലക്ഷണമാണ് കാണുന്നത്. എൻസോ മിലറ്റിന് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും 20 മില്യൺ യൂറോസിന് താഴെ ഒരു പാക്കേജിന് എത്തിക്കത്തക്ക നീക്കങ്ങൾ നടന്നിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റുട്ട്ഗാർട്ടും അതുപോലെ തന്നെ അത്ലറ്റിക്കോയ്ക്കും ഇടയിൽ ഡിസ്കഷൻ നടന്നു. എൻസോ മിലറ്റും അത്ലറ്റിക്കോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ്, 23 വയസ്സുകാരനാണ്. റോഡ്രിഗോ ഡിപോൾ ടു ഇന്റർ മയാമി ഡൺ ആയി. സോ റോഡ്രിഗോ ഡിപ്പോളിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് താരത്തെ നോക്കുന്നതെന്നാണ് കേൾക്കുന്നത്. 29 ബുണ്ടസ് ലീഗ മാച്ചുകളിൽ നിന്ന് ലാസ്റ്റ് സീസൺ 6 ഗോളും 5 അസിസ്റ്റും സ്കോർ ചെയ്താണ്. 23 വയസ്സുകൾ. പ്രോമിസിംഗ് മിഡ്ഫീൽഡറാണ്, ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ്. അത്ലറ്റിക്കോ ഗ്രേറ്റ് ബിസിനസ് ആണ് ഉണ്ടാക്കുന്നത്.
20 മില്യന് താഴെ ഒരു പാക്കേജിനാണ് ഈ ഒരു പ്ലെയറിനെ അവർ എത്തിക്കത്തക്ക കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. സോ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് വിൻഡോ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ടാലൻസിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലലീഗയിൽ തന്നെ 2 എക്സൈറ്റിംഗ് ടാലൻസ്, കാർഡോസോ, ബൈന, അൽമാഡ. നമുക്കറിയാം അർജന്റീനയിൽ ഭയങ്കര ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. താരത്തിന് 50% റൈറ്റ്സ് അവർ 21 മില്യന് വാങ്ങിക്കുകയാണ്. റുഗേറിന് 20 മില്യന്റെ ഒരു പാക്കേജിന് അതും അറ്റ്ലാന്റയിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് അനദർ ഗ്രേറ്റ് ബൈ. ഇത് ഇപ്പം 20 മില്യന് താഴെ എൻസോ മില്ലറ്റിനെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് കൊണ്ടുവരാണ്. സ്റ്റുട്ട്ഗാർട്ടിന്റെ റെഗുലർ സ്റ്റാർട്ടിങ് മിഡ്ഫീൽഡറാണ്, സ്കോററാണ്, റെഗുലർലി ഗോൾസും അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. യങ് ആണ്, ഫ്രഞ്ച് ആണ്. സോ നല്ല ഡ്രിബ്ലറാണ്, ഓൺ ദ ബോൾ മോശമല്ല. അത്യാവശ്യം 175 ആണ് ആളുടെ ഹൈറ്റ്, പക്ഷേ എന്നാലും ആള് നല്ല ഫിസിക്കലി ബാറ്റിൽസിലൊക്കെ എൻഗേജ്ഡ് ആകും. ഐ തിങ്ക് സിമിയോണിക്ക് പറ്റിയൊരു മിഡ്ഫീൽഡറാണ്. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ലിവർപൂൾ, സിറ്റി, ആർസണലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ലലീഗയിൽ ഏറ്റവും ബെസ്റ്റ് വിൻഡോ, ഈവൻ ആർഗ്യുബിളി യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് 3 വിൻഡോസിൽ ഒന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിത്തൗട്ട് എ ഡൗട്ട് വാല്യൂ ഫോർ മണി സൈനിങ്സ് നോക്കുവാണ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.